കണ്ണൻ നേരെ തൻ്റെ തറവാട്ടിലേക്ക് തന്നെ വന്നു. പല്ലവിക്ക് കയറ്റ് കടന്നകത്തേക്ക് വരുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി അവളിൽ വന്നു നിറഞ്ഞു. ഇന്നലെ വെറും അഭയാത്രിയായ പോലെയായിരുന്നു. എന്നാൽ ആരും തന്നെ അവളെ അന്യയായി കണ്ട് മാറ്റി നിർത്തിയിരുന്നില്ല. അവരിൽ ഒരാളായി തന്നെ കണ്ട് സ്നേഹിച്ചിരുന്നു. എന്നാൽ ഇന്ന് കർണൻ്റെ താലിക്കും സിന്ദൂരത്തിനും അവകാശിയായി മാറിയിരിക്കുന്നു. ഇന്നു മുതൽ ആരുമില്ലാത്തവളല്ല, കർണൻ്റെ ഭാര്യയെന്ന് തല ഉയർത്തി തന്നെ ആരോടും പറയാം. അവൾക്കുള്ളിലെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. താൻ ആഗ്രഹിച്ച ജീവിതത്തെക്കാളൊക്കെ വലുത് തന്നെ അവൾക്ക് അവളുടെ ഭഗവാൻ നൽകിയിരിക്കുന്നു. ഒരുപക്ഷെ തൻ്റെ സങ്കടങ്ങളിലെല്ലാം എന്നും അവന് മാത്രമേ അവളെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ആവണം അവൻ്റെ അടുക്കലേക്ക് അവളെയും മിത്തുമോളെയും എത്തിച്ചത് പോലും. അതെ, സ്ഥലമെത്തി. എന്താ, ഇറങ്ങണമെന്ന ഉദ്ദേശമില്ലേ പെങ്ങൾക്ക്? അനിരുദ്ധ അവൾക്ക് മുന്നിൽ കാറിൻ്റെ ഡോറ് തുറന്ന് പിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ തൻ്റെ ചിന്തകളിൽ നിന്നും പിന്തിരിഞ്ഞ് അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് കാറിൽ നിന്നും ഇറങ്ങി മുന്നിലേക്ക് നോക്കുമ്പോൾ മിത്തുമോളെയും ചേർത്ത് പിടിച്ച് തന്നെ കാത്തുന്ന വണ്ണം കണ്ണൻ നിൽപ്പുണ്ടായിരുന്നു. പല്ലവി അവൻ്റെ അടുത്തേക്ക് മെല്ലെ നടന്നെത്തി. കണ്ണൻ അവളെ ഒന്ന് നോക്കിയ ശേഷം മുന്നിലേക്ക് നടക്കുമ്പോൾ അവനൊപ്പം അവളും ഉണ്ടായിരുന്നു. കണ്ണനൊപ്പം അകത്തേക്ക് കാലെടുത്ത് വെച്ച് കയറാനാഞ്ഞതും നിലവിളക്കുമായി രേവതിയും ലക്ഷ്മിയും അമ്മയ്ക്കും അവർക്ക് പിന്നാലെ തന്നെ ഗോവർദ്ധനും ദേവനാരായണനും ഉണ്ടായിരുന്നു. രേവതിയുടെ കയ്യിലെ നിലവിളക്ക് കണ്ടതും കണ്ണൻ സംശയത്തോടെ പിന്നിലേക്ക് നോക്കി. അവിടെ അനിരുദ്ധ് ഒരു ചിരിയോടെ അവനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. കണ്ണൻ മിത്തുമോളെ പല്ലവിയുടെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം മുണ്ടുമടക്കി കുത്തി അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വന്നു. അനിരുദ്ധിൻ്റെ ഷർട്ടിൽ പിടിമുറുക്കിക്കൊണ്ട് ചോദിച്ചു, പന്ന മോനെ, നിന്നോട് പറഞ്ഞതല്ലടാ, ഇവിടെ വരുമ്പോൾ അറിയുന്നതല്ലാതെ ആരോടൊന്നും പറയില്ലെന്ന്. ഞാൻ പറയാതെ ഇവർ അതറിഞ്ഞെങ്കിൽ അത് നീ പറഞ്ഞു തന്നെ ആവണം. എൻ്റെ പൊന്നളിയ, നീ ഒന്ന് വിടടാ. നിന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങുന്നതും ആന കരിമ്പിൻകാട്ടിൽ കയറുന്നതും ഒരുപോലെയാ. നീ ഉരുളാൻ നോക്കണ്ട, സത്യം പറ, ഇവരോട് ഇതെപ്പോഴാടാ പറഞ്ഞ്? ഇന്നലെ രാത്രി നീ ഉറങ്ങാൻ റൂമിൽ പോയ ശേഷം രേവതിയമ്മ ഒരുപാട് തവണ വിളിച്ചു. എന്നോട് പറയാതെ നീ പോകില്ലെന്ന് പറഞ്ഞ ഒരേ കരച്ചിൽ. ലാസ്റ്റ് എൻ്റെ സെൻറ്റിമെൻറ്റിൽ തന്നെ കയറി അമ്മ പിടിച്ചപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാളിയ. അല്ലാതെ ഈ നിലവിളക്ക് കൊണ്ട് നിങ്ങളെ സ്വീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാനാണേ സത്യം. കൂടെ നിന്ന് ഒരുമാതിരി തേപ്പ് പരിപാടി കാണിക്കുന്നോടാ പുല്ലേ. അത്രയും പറഞ്ഞ് കണ്ണൻ കരങ്ങൾ മുറുക്കി അവനെ ഇടിക്കാനാഞ്ഞതും തന്നെ അവന് മുന്നിൽ അനിരുദ്ധ് തൊഴുതു. അളിയ, ചതിക്കല്ലേടാ. നീയായിട്ട് ഈ നാട്ടിലെ ഒരു പോലീസ് ഓഫീസറിനെ കൊന്നെന്നുള്ള പാപം എന്തിനാ വാങ്ങിക്കൂട്ടുന്നേ? അപ്പോഴേക്കും പിന്നിൽ നിന്നും കണ്ണൻ്റെ മുത്തശ്ശൻ വിളിച്ചു, മതി രണ്ടിൻ്റെയും തല്ലുകൂടലും മറ്റും. ഇവിടെ മോള് കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ കണ്ണാ, നീ വന്നേ നീ. അപ്പോഴേക്കും അനിരുദ്ധിന് പിടിവിട്ട് മുന്നിലേക്ക് നടന്നു നീങ്ങി. അനിരുദ്ധിന് ജീവൻ തിരിച്ചു കിട്ടിയ പോലൊരു സന്തോഷമായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ സന്തോഷത്തിൽ തന്നെ അവൻ അറിഞ്ഞു അവരും ഇത് തന്നെ ആഗ്രഹിച്ചിരുന്നു എന്ന്. എന്നാൽ രേവതി രണ്ടുപേരെയും ചേർത്ത് ആരതി ഒഴിയുന്നത് പൂർത്തിയാക്കും മുന്നേ തന്നെ കണ്ണൻ ആരെയും നോക്കാതെ അകത്തേക്ക് പോയിരുന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ എല്ലാവരും ഒരു നിമിഷം അവൻ പോകുന്ന വഴിയെ തന്നെ നോക്കി നിന്നു. പല്ലവിക്കാണെങ്കിൽ അത് അവളിൽ ചെറിയ വേദനയുണ്ടാക്കി. അത് മനസ്സിലാക്കിയ രേവതി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോൾ അതൊന്നും കാര്യമാക്കണ്ട, അവനിതൊന്നും പണ്ടേ ഇഷ്ടമല്ല, അതാ. പിന്നെ അവനെ മോൾക്കറിയാവുന്നതല്ലേ. പല്ലവി ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് അവരെ നോക്കി. അതിനുശേഷം മിത്തുമോളെ അനിരുദ്ധിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച ശേഷം രേവതി കൊടുത്ത നിലവിളക്കുമായി അവൾ ആ വീടിൻ്റെ പടികൾ ഒന്നുകൂടെ കർണൻ്റെ ഭാര്യ എന്ന അവകാശത്തോടെയും അധികാരത്തോടെയും ചവിട്ടിക്കയറി. പൂജാമുറിയിൽ വിളക്ക് വെച്ച് ഭഗവാനെ തൊഴുതു നിൽക്കുമ്പോൾ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർണൻ്റെ മനസ്സിലെവിടെയെങ്കിലും അവൾക്കൊരു സ്ഥാനമുണ്ടായിരിക്കണമെന്ന്. ജീവിതാവസാനം വരെ ഈ താലിയും താലി കെട്ടിയവനും തൻ്റെ മിത്തുമോളും അവൾക്കൊപ്പം തന്നെ എന്നും ഉണ്ടായിരിക്കണമെന്നും. കണ്ണൻ പല്ലവിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വാർത്ത അറിഞ്ഞതും തന്നെ ഗീതയും കാർത്തികയും അവിടെ എത്തിയിരുന്നു. തൻ്റെ മകനൊരു കുടുംബമായി കാണാൻ ഏറെ ആഗ്രഹിച്ചതാണ് ഗീത. അതിനൊന്ന് സഫലമായി. അതുകൊണ്ട് തന്നെ അവരിലെ സന്തോഷം അതിരുകളില്ലാതെയായിരുന്നു. വീട്ടുകാർ മാത്രമുള്ള ഒരു ചെറിയ സദ്യവട്ടമല്ലാതെ മറ്റു പ്രോഗ്രാം ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഈ സദ്യ ഒരുക്കുന്നത് പോലും ആവശ്യമില്ലെന്നാണ് കർണൻ പറഞ്ഞത്. പിന്നെ അമ്മമാരുടെയും മുത്തശ്ശൻ്റെയും അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ നിർബന്ധം കാരണം അതിന് മാത്രം സമ്മതം കൊടുത്തു. പല്ലവിയുടെ ആഗ്രഹമായിരുന്നു തൻ്റെ സുഖത്തിനും ദുഃഖത്തിനും ഇന്ന് വരെ കൂടെ നിന്ന രണ്ടു മിത്രങ്ങളായ അർച്ചനയും സൂര്യയും അവളുടെ സന്തോഷവേളയിൽ കൂടണമെന്ന്.
അതുകൊണ്ട് തന്നെ അവളുടെ ആഗ്രഹം ഒരു ആങ്ങളുടെ സ്ഥാനത്ത് നിന്ന് നിറവേറ്റി കൊടുക്കാൻ അനിരുദ്ധ തയ്യാറായി. അവൻ അവരെ കൂട്ടിക്കൊണ്ടുവരാനായി അവർ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് തിരിച്ചു. സഞ്ജയുടെ ഫോണിൽ തെളിഞ്ഞ കർണന്റെയും പല്ലവിയുടെയും വിവാഹ ഫോട്ടോ കാണവേ അവനിലെ ദേഷ്യം ഇരച്ചു കയറി. കയ്യിലിരുന്ന മദ്യക്കുപ്പി മുഴുവനായും വായിലേക്ക് കമഴ്ത്തിയ ശേഷം മുന്നിലിരുന്ന തൻ്റെ കൂട്ടാളിയുടെ തലക്കടിച്ച് പൊട്ടിച്ചു. അവനിൽ നിന്നും വമിക്കുന്ന ചോര കാണാൻ വീണ്ടും ദേഷ്യത്താൽ കുപ്പിയെറിഞ്ഞ് അവനെ അടിക്കാനാഞ്ഞതും എല്ലാവരും ചേർന്ന് അവനെ പിടിച്ചു മാറ്റി. നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ? രക്തം വാർന്നൊലിക്കുന്നവൻ്റെ നെറ്റിയിൽ ഐസ് പാക്ക് വെച്ച് കിരൺ ദേഷ്യത്തിൽ ചോദിച്ചു. അതേടാ, ഭ്രാന്തായി എനിക്ക്, ഭ്രാന്ത്. എൻ്റെ പെണ്ണിനെ തട്ടിയെടുത്ത് അവനെ കൊല്ലാതെ ഈ ഭ്രാന്ത് മാറില്ല. അതിന് കൂട്ടത്തിലുള്ളവരെയല്ല അടിച്ചു കൊല്ലേണ്ടത്. നിന്റെ പെണ്ണിനെ കെട്ടി കൂടെ പൊറപ്പിക്കാൻ നോക്കുന്ന അവനെ വേണം കൊല്ലാൻ. കൊല്ലൂടാ ഞാൻ അവനെ എന്നല്ല, എന്നിൽ നിന്നും അവളെ തട്ടിയെടുക്കാൻ നോക്കുന്ന എല്ലാത്തിനെയും കൊല്ലും ഞാൻ. കിരൺ അവിടെ നിന്നവരോട് അവനെ നോക്കാൻ ഏൽപ്പിച്ച ശേഷം സഞ്ജയുടെ മുന്നിലേക്ക് വന്നു നിന്നു. നീ എന്താ പറഞ്ഞേ? കൊല്ലുമെന്നോ? ആരെ? ആ കണ്ണനെയോ? കൊന്നാൽ നിനക്ക് അവളെ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? പറ, ഉറപ്പുണ്ടോന്ന്? അതിന് സഞ്ജയ് ദേഷ്യത്തിൽ അവനെ കടുപ്പിച്ചു നോക്കി. എന്താ, എൻ്റെ തലയും അടിച്ചു പൊട്ടിക്കാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ വൈകിപ്പിക്കണ്ട, ഇപ്പോൾ തന്നെ അടിച്ചു പൊട്ടിച്ചോ. അത് പറഞ്ഞ് മുന്നിൽ കിടന്നൊരു കുപ്പിയെടുത്ത് സഞ്ജയുടെ നേരെ നീട്ടുമ്പോൾ സഞ്ജയ് ദേഷ്യത്തിൽ അത് വാങ്ങി ദൂരേക്കെറിഞ്ഞു. എന്താ, എൻ്റെ തല പൊട്ടിക്കുന്നില്ലേ? മതി, നിർത്ത് കിരൺ. ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ചുമ്മാ എന്നെ നീയായിട്ട് ദേഷ്യം കയറ്റരുത്, പറഞ്ഞേക്കാം. ഞാൻ എന്തായാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നീ ഇനി എന്ത് കരുതിയാലും നീ അവളെ സ്നേഹിക്കുന്നു, നിന്റെ പെണ്ണാണ് അവളെന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെ അവളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കിയിട്ടുണ്ടോ നീ? ഇന്ന് അവൾ മറ്റൊരുത്തൻ്റെ ഭാര്യ ആയെങ്കിൽ കൂടെ അത് നിന്റെ മാത്രം പിടിപ്പുകേടാ. ആദ്യത്തെ തെറ്റ് അവളെ കണ്ടപ്പോൾ തോന്നിയ ഇഷ്ടം അവളോട് പറയാഞ്ഞത്. അത് അവളെ അറിയിക്കാൻ അരവിന്ദനെ ദൂത് വിട്ടില്ലേ? അതായിരുന്നു നിനക്ക് പറ്റിയ ആദ്യത്തെ തെറ്റ്. സ്നേഹിക്കുന്ന പെണ്ണിനോടുള്ള സ്നേഹം അവളോട് പറയാതെ ഇരിക്കുന്നത് ഭീരുക്കളാണ്. അന്ന് നിന്റെ ഇഷ്ടം നീയായി അവളെ അറിയിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നിനക്കും അവൾക്കുമിടയിൽ ഇങ്ങനൊരു നാറിയ കളി അരവിന്ദനും പവിത്രയും മുരുകനും ചെയ്യില്ലായിരുന്നു. അവരെ അന്ധമായി വിശ്വസിച്ചതാ നീ ചെയ്ത രണ്ടാമത്തെ തെറ്റ്. അതുകൊണ്ടല്ലേ അവളെ നിനക്ക് നഷ്ടമാകേണ്ടി വന്നത്. ഇനി മൂന്നാമത്തെ തെറ്റെല്ലാം അറിഞ്ഞിട്ടും അവൾക്ക് മുന്നിൽ പോകാതെ മാറി നിന്നില്ലേ നീ? അതാണ് നിനക്ക് പറ്റിയ മൂന്നാമത്തെ തെറ്റ്. അപ്പോഴെങ്കിലും അവളെ എല്ലാം അറിയിക്കാമായിരുന്നു നിനക്ക്. എന്നാൽ നീ അത് ചെയ്തില്ല. ഇനി നാലാമത്തെ തെറ്റ്, ചുമ്മാ ഇരുന്നവനോട് പോയി വെല്ലുവിളിച്ചു. ആ കുഞ്ഞിനെ കൊല്ലുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു. അവസാനം അവൻ ആ വെല്ലുവിളി ഏറ്റെടുത്ത് അവളെ അവൻ തന്നെ സ്വന്തമാക്കി. അതുമാത്രമോ, അവളെ ദ്രോഹിച്ച എല്ലാവരെയും കൊന്നു തള്ളിയില്ലേ നീ? ഒരു കണക്കിന് മരിച്ച 3 പേരും അത് അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് തെറ്റായെന്ന് പറയില്ല ഞാൻ. പക്ഷെ നീ ഇങ്ങനെ അവൾക്ക് വേണ്ടി അവരെ കൊല്ലും ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ സമയം മതിയായിരുന്നു അവളുടെ മനസ്സിൽ കയറിപ്പറ്റാൻ. ആ കുഞ്ഞിനെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ആദ്യമേ പറയാൻ പാടില്ലായിരുന്നു. അവളുടെ മനസ്സിൽ നിനക്കായി ഒരു സ്ഥാനമുണ്ടാക്കിയെടുത്ത ശേഷം എത്രയോ വഴികളുണ്ട് ആ കുഞ്ഞിനെ തുടച്ചു നീക്കാൻ. പക്ഷെ നീ അതൊന്നും ചെയ്തില്ല. എല്ലാം നിന്റെ പിടിപ്പുകേട് കൊണ്ട് പോയില്ലേ? അതുകൊണ്ട് ഇനി അവളെ നിനക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതി ഇവിടെ നിന്ന് തന്നെ പോകാം. മതി, നിർത്തുന്നുണ്ടോ നീ? എല്ലാം അധികമാവുന്നു. അവളെ വിട്ടുകളയാനല്ല ഞാൻ സ്നേഹിച്ചത്, എനിക്കൊപ്പം കൂടെ കൂട്ടാൻ തന്നെയാ. അത് ചെയ്തിരിക്കും. നീ ഒരുപാട് ചെയ്യും. ഇന്നലെ വന്നൊരുത്തൻ പോലും അവളുടെ മനസ്സിൽ അവൻ്റേതായ ഇടം നേടുകയും അവളുടെ സ്വന്തമാകുകയും ചെയ്തു. വർഷങ്ങളായി അവൾ അറിയാതെ അവളെ സ്നേഹിച്ച നീയോ ഇന്നും അതുപോലെ തന്നെ സ്നേഹിക്കുന്നു. ഇതിൽ നിനക്ക് മാറ്റം വല്ലതും ഉണ്ടാവില്ല. ഉണ്ടാവും, മാറ്റമുണ്ടാവും. നീ കണ്ടോ? എൻ്റെ പെണ്ണിനൊപ്പം അധിക നാൾ അവൻ സുഖിച്ച് ജീവിക്കില്ല. അതിനു അനുവദിക്കില്ല ഈ സഞ്ജയ്. നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? അത്രയും പറഞ്ഞ ദേഷ്യത്തിൽ ആരെയും നോക്കാതെ അവൻ പോയിരുന്നു. മുന്നിൽ നിൽക്കുന്ന അനിരുദ്ധിനെ കണ്ടതും സൂര്യ ഒന്ന് പേടിച്ചു. എന്നിട്ട് അകത്തേക്ക് കയറി അച്ചുവിനെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഓടി. അർച്ചന മുട്ടുവരെയുള്ള ടവലെടുത്ത് ദേഹത്ത് മഞ്ഞളുമിട്ട് കുളിക്കാൻ കയറുമ്പോഴാണ് സൂര്യയുടെ വിളി. അർച്ചന ദേഷ്യത്തിൽ ഹോളിലേക്ക് വന്നു. നീയെ കുളിക്കില്ല, നനയ്ക്കില്ല. ബാക്കിയുള്ളവരെങ്കിലും സ്വസ്ഥമായി ഒന്ന് കുളിക്കാൻ നോക്കിയ സമ്മതിക്കില്ല അവൾ. നിനക്കെന്താടി ഞാൻ സുന്ദരിയായിരിക്കുന്നത് പിടിക്കുന്നില്ലേ? സൂര്യ അപ്പോഴാണ് അർച്ചനയുടെ പിന്നിൽ നിന്ന് അവരെ നോക്കുന്ന അനിരുദ്ധിനെ കാണുന്നത്. അനിരുദ്ധിൻ്റെ കണ്ണ് മൊത്തം തിരിഞ്ഞു നിൽക്കുന്ന അർച്ചനയിലായിരുന്നു. അത് കണ്ട് സൂര്യ പിന്നിലേക്ക് നോക്കാൻ അവളോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു.
നീ എന്താടി കഥകളിക്ക് മത്സരിക്കാൻ പോകുന്നോ? കിടന്ന് ഗോഷ്ഠി കാണിക്കും പോലെ കണ്ണുരുട്ടൻ. ഈ പൊട്ടിയെ ഞാൻ എന്തു പറഞ്ഞാ ഇപ്പം മനസ്സിലാക്കിക്കുന്നേ? സൂര്യ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും കണ്ണ് കാണിച്ചു പുറകിലേക്ക് നോക്കാൻ. നീ കാണിക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഇത് മനസ്സിലാവും. നിന്നെ കെട്ടാൻ പോകുന്ന ആ മാക്കാനില്ലേ, നിന്റെ വിപിൻ ചേട്ടൻ, അവന് മനസ്സിലാവും. എനിക്ക് മനസ്സിലാവില്ല. നിന്റെ ഈ ഗോഷ്ഠി നോക്കി നിന്നാലേ എൻ്റെ സമയം വേസ്റ്റ് ആവും. പിന്നെ ഈ തേച്ചു മിനുക്കിയതൊക്കെ അവതാളത്തിലായെന്ന് വരും. അതുകൊണ്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അത് പറഞ്ഞ് തിരിഞ്ഞത് മുന്നിൽ നിൽക്കുന്ന അനിരുദ്ധിനെ അവൾ അപ്പോഴാണ് കണ്ടത്. അവൾ കാറ്റഴിച്ച ബലൂൺ പോലെ അവനെ തന്നെ അമ്പരന്ന് നോക്കി നിൽക്കുമ്പോൾ അനിരുദ്ധിൻ്റെ കണ്ണുകളിൽ അവളിൽ തന്നെ പതിച്ചു നിന്നു. വെള്ളതുരുണ്ട ശരീരം, മുട്ടുവരെയുള്ള ടവൽ, അതിൽ അവളുടെ ആകാരവടിവെല്ലാം നന്നായി എടുത്ത് കാണിക്കുന്നുണ്ട്. ദേഹത്ത് മഞ്ഞൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. മുടി ദേഹത്ത് വീഴാതിരിക്കാൻ പൊക്കി പോണി ടൈപ്പ് സ്റ്റൈൽ കെട്ടിവെച്ചിട്ടുണ്ട്. ആകെ കൂടി അവളെ കാണാൻ വല്ലാത്തൊരു ഭംഗി പോലെ അവന് തോന്നി. അടിമുടി അവളെ നോക്കി അവൻ. ചെക്കൻ്റെ കൺട്രോള് ഇനി അവളെ നോക്കി നിന്ന കൈവിട്ടു പോകുന്ന തോന്നിയതും അവൻ തന്നെ പാടുപെട്ട് നോട്ടം പിൻവലിച്ച് തിരിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, പോയി തുണി എടുത്തിട്ട് വാടി മനുഷ്യൻ്റെ. ബാക്കി പറയും മുന്നേ അവൻ വായിൽ കൈവച്ചു പോയി. അർച്ചന പിന്നെ ഒറ്റ ഓട്ടവും കുളിയും ഡ്രസ്സുടലുമായിരുന്നു. പല്ലവിയും കർണനും കല്യാണം കഴിഞ്ഞു എന്നവൻ പറയുമ്പോൾ അർച്ചന അവനെ നോക്കാതെ കുനിഞ്ഞു നിന്നു. അവനൊപ്പം യാത്ര ചെയ്യുമ്പോഴും അവൾക്ക് വല്ലാത്ത പരവേശമായിരുന്നു അവൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നല്ലോ എന്നുള്ളത്. അത് മനസ്സിലാക്കിയ സൂര്യ ഇടയ്ക്കിടെ അവളെ നോക്കി വാപത്തി ചിരിക്കുമ്പോൾ അർച്ചന അവളെ ദേഷ്യത്തിൽ കൂർപ്പിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം മുന്നിലെ ഗ്ലാസ്സിലൂടെ കണ്ടുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അനിരുദ്ധ വണ്ടി ഡ്രൈവ് ചെയ്തു. ജനാർദ്ദന വർമ്മ അയാൾക്ക് മുന്നിൽ ഊർമിള നിർത്തി ആഹാരം കഴിക്കാതെ തന്നെ അവരെ നോക്കി ചോദിച്ചു, പ്രിയയെ നീ വിളിച്ചില്ലേ? വിളിച്ചു. കണ്ണൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ റൂം പൂട്ടിയതാ. ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി, എണീറ്റില്ല. മുന്നിൽ ആഹാരത്തെ ദേഷ്യത്തിൽ തട്ടിമാറ്റിക്കൊണ്ട് അയാൾ ചാടി എണീറ്റു. പിന്നെ മുകളിലെ സുപ്രിയയുടെ റൂമിലേക്ക് വേഗം കയറിപ്പോയി. അയാൾ ഒരുപാട് തവണ തട്ടി വിളിച്ചിട്ടും അവൾ ഡോറ് തുറന്നില്ല. അവസാനം കുറച്ച് ദേഷ്യത്തിൽ തന്നെ അയാൾക്ക് പറയേണ്ടി വന്നു, മര്യാദയ്ക്ക് വാതിൽ തുറന്നോ നീ, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി തുറക്കണോ പ്രിയ? കുറച്ച് കഴിഞ്ഞതും അയാൾക്ക് മുന്നിലെ ഡോറ് തുറന്നു വന്നു. ശരിക്കും തൻ്റെ മുന്നിൽ നിൽക്കുന്ന മകളെ കണ്ടപ്പോൾ അയാൾക്ക് നെഞ്ചു നീറും പോലെ തോന്നി. അവളുടെ കണ്ണുകൾ കരഞ്ഞതിൻ്റെ ഫലമായി നന്നായി തടിച്ചിട്ടുണ്ട്. റൂം മൊത്തത്തിൽ അലങ്കോലമായി കിടപ്പുണ്ട്. സ്വന്തം ഡാഡിയെ കണ്ടതും അവൾ ആ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് നിന്ന് കരയാൻ തുടങ്ങി. അയാൾ അവളെയും ചേർത്ത് പിടിച്ച് അവളുടെ ബെഡിൽ വന്നിരുന്നു. പതുക്കെ അവളുടെ താടിത്തുമ്പ് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു, നീ ഇപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ? എൻ്റെ മോളാവുമ്പോൾ കുറച്ച് കൂടെ സ്ട്രോങ് ആവണ്ടേ? അതിന് ഞാൻ സ്ട്രോങ് അല്ലെന്ന് ആരാ പറഞ്ഞേ? ഞാൻ സ്ട്രോങ് ഒക്കെ തന്നെയാ. എന്നെ തോൽപ്പിച്ചില്ലേ അവൻ, ആ കർണൻ. അതിന് നീ തോറ്റുപോയെന്ന് നീ തന്നെ കരുതിയോ? ദേഷ്യത്തിൽ കണ്ണുനീരിനെ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ അയാളെ നോക്കി. ഡാഡിക്ക് അറിയാത്തൊന്നും എൻ്റെ ലൈഫിലില്ല. അത് ഡാഡിക്ക് തന്നെ അറിയാം. പിന്നെ കർണൻ, അവനെ ഞാൻ ആത്മാർത്ഥമായി ഇപ്പോഴും സ്നേഹിക്കുന്നില്ല. അങ്ങനൊന്ന് ഈ ജന്മം ആരോടും തോന്നില്ല. അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഈ മാരേജിന് സമ്മതിച്ചത് പോലും. അതും അവനിലൂടെ നമ്മിൽ വന്നതെന്ന് അളവറ്റ സ്വത്തുക്കൾ കണ്ടിട്ട്. പക്ഷേ എന്നവൻ അവൻ്റെ കമ്പനിയിലെ സ്റ്റാഫിന് മുന്നേ വെച്ച് എന്നെ പട്ടിയെ പോലെ തല്ലിയിറക്കിയോ, അവരുടെ മുന്നേ വെച്ച് അവൻ തള്ളിയ അതേ കരങ്ങൾ കൊണ്ട് എന്നെ അവനായി അവിടെ കൊണ്ട് പോകണമെന്നുള്ള വാശിയായി. ഇപ്പോൾ ആ വാശി വീണ്ടും കൂടി എവിടെ നിന്നോ വന്ന ഒരുത്തിക്കും കണ്ടവൻ്റെയുമൊക്കെ തല്ലുകൂടെ കിട്ടി. അതുകൊണ്ട് തന്നെ പല്ലവിയുടെ കഴുത്തിൽ കെട്ടിയ അതേ താലി കൊണ്ട് അവളെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ആ താലി അവൻ്റെ കയ്യാൽ എൻ്റെ കഴുത്തിൽ വീഴണം. അതെൻ്റെ വാശിയാ ഡാഡി. അത്രയും പറഞ്ഞിട്ട് അവൾ അയാൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ഡാഡി കൊണ്ടുവരില്ലേ എനിക്ക് മുന്നിൽ പല്ലവിയുടെ ജഡം? എന്നിട്ട് അവളുടെ ആ കഴുത്തിൽ കിടന്ന താലിയും. അത് അവളുടെ കഴുത്തിലല്ല, ഈ കഴുത്തിൽ വേണം കിടക്കാൻ. നിനക്ക് വേണ്ടി ആരെ പോലും കൊല്ലാൻ മടിക്കില്ല ഈ ഡാഡി എന്നറിയില്ലേ? ഇന്നവർ സന്തോഷിക്കട്ടെ. അവരുടെ സന്തോഷം ഉച്ചത്തിൽ പടർന്നു പന്തലിക്കുമ്പോൾ കരിനിഴൽ പോലെ ചെന്നെല്ലാം മുടിക്കും ഞാൻ. എല്ലാത്തിൻ്റെയും നാശം അത് എൻ്റെ ഈ കരങ്ങൾ കൊണ്ട് തന്നെ ചെയ്യും. അപ്പോഴേക്കും സുപ്രിയയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അത് ജനാർദ്ദന വർമ്മയുടെ ചുണ്ടിലും ഇടം പിടിച്ചു.